പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്നു. യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ മാരകമായ ആക്രമണമാണ് ഇറാനിൽ അമേരിക്ക നടത്തുന്നത്. കലുഷിതമായ 11ാം ദിവസവും ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ 11ാം ദിവസവും തുടരുന്നതിനിടെ തന്നെ മേഖലയിൽ യുദ്ധഭീതി കൂടുതൽ രൂക്ഷമാകുന്നു. ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ പോലും ആക്രമണ പരിധിയിലാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക ആകട്ടെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ബുഷേഹർ ആണവ നിലയത്തിന് സമീപം വരെ ബോംബുകൾ പതിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായി തന്നെ ജോർദാനിലെ അൽ അസ്റാഖ് വ്യോമതാവളവും അതുപോലെ തന്നെ ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ വ്യോമതാവളവും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ചെങ്കടലിൽ ഹൂതി വിമതരുടെ നാവിക ഉപരോധവും തുടരുന്നതിനാൽ തന്നെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. സംഘർഷത്തിന്റെ പ്രതിഫലനമായി തന്നെ ആഗോള വിപണിയിൽ അവിടെ ബ്രെനറ്റ് ക്രൂഡ് എണ്ണവില ബാരലിന് $91 കടന്നിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിന് ഇതുവരെ തന്നെ ഏകദേശം $3750 കോടി ചെലവായതായി തന്നെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവിടെ വ്യക്തമായ തന്നെ ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വൻ ചെലവിനെ ചൊല്ലി അമേരിക്കൻ കോൺഗ്രസിലും വിമർശനം ശക്തമാണ്. ഇതിനിടെ തന്നെ പിക്കാസ് പർവ്വതത്തിനിടയിൽ തന്നെ ഇതിന്റെ യുറേനിയ ശേഖരവും ലക്ഷ്യമിടുന്ന ട്രംപിന്റെ പുതിയ ഭീഷണി സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. മറുവശത്ത് സമാധാന ചർച്ചയ്ക്കായി തന്നെ അമേരിക്ക തയ്യാറാണ് എങ്കിലും ഇറാനാണ് ചർച്ച അവിടെ മോശമായ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് അത് ഒരു മേശപ്പുറത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വഴിയുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഈജിപ്ത് UAE നയതന്ത്ര കൂടിക്കാഴ്ചയും തുടരുന്നുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യ കൂടുതൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. അതിനിടെ തന്നെ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ വഴി ചില ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഈജിപ്ത് UAE വിദേശ മന്ത്രിമാർ തമ്മിൽ ഇവിടെ ഇന്ന് ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ടെഹ്റാൻ സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നമെന്ന് മാർക്കോ റൂബിയോ കുറ്റപ്പെടുത്തുകയും മിനാബിലെ സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സംസ്കാര യാത്ര ഇതിനിടയിൽ ഇറാനിൽ നടക്കുകയാണ്. ഇക്കഴിഞ്ഞ 11 ദിവസത്തിനിടെ തന്നെ ഇറാനിൽ 50 പേർ അവിടെ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നതാണ് ഇറാന്റെ അറിയിപ്പ്. യുദ്ധത്തിൽ ഇതുവരെ തന്നെ 18 സൈനികർ കൊല്ലപ്പെട്ടതായി തന്നെ ട്രംപ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ കൊല്ലപ്പെട്ട 2 പേരടക്കമാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.